നമസ്കാരം. നക്ഷത്രമണ്ഡലത്തിലെ 11ാമത്തെ നക്ഷത്രമാണ് പൂരം. ഭാഗ്യത്തിന്റെയും ലാവണ്യത്തിന്റെയും അധിപനായ ശുക്രൻ ഭരിക്കുന്ന നക്ഷത്രം. ചിങ്ങക്കൂറിന്റെ ആഭിജാത്യവും ശുക്രന്റെ സൗന്ദര്യവും ഒത്തുചേരുന്ന ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ഭാഗ്യശാലികളാണെന്ന് പറയേണ്ടതില്ലല്ലോ. പൂരം പിറന്ന പുരുഷൻ എന്ന ചൊല്ല് തന്നെ ഇവരുടെ ഭാഗ്യത്തെയും സമൂഹത്തിലുള്ള സ്വാധീനത്തെയും സൂചിപ്പിക്കുന്നു. പൂരം നക്ഷത്രക്കാരുടെ പൊതുവായ വ്യക്തിത്വത്തെക്കുറിച്ചും സ്ത്രീ പുരുഷ ഭേദമന്യേ ഇവരിലുള്ള സ്വഭാവ വ്യത്യാസങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രമായതിനാൽ തന്നെ മകം നക്ഷത്രക്കാരെ പോലെ നേതൃഗുണവും ആത്മവിശ്വാസവും ഇവരുടെ കൂടപ്പിറപ്പാണ്. എന്നാൽ മകം നക്ഷത്രക്കാരെ അപേക്ഷിച്ച് പൂരം നക്ഷത്രക്കാർ കുറച്ചുകൂടി സൗമ്യരും സംസാരപ്രിയരുമായിരിക്കും. മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക വശ്യശക്തിയും വാക്ചാതുരിയും ഇവർക്കുണ്ട്. കലകളോടും സംഗീതത്തോടും ആസ്വാദനത്തോടുമുള്ള പ്രത്യേക താല്പര്യം ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും പ്രകടമായിരിക്കും. ആഡംബരപൂർണമായ ജീവിതത്തോടും നല്ല ഭക്ഷണത്തോടും ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും. എടുത്തുചാട്ടം കുറവായ ഇവർ കാര്യങ്ങൾ ആലോചിച്ച് സൗമ്യമായി നടപ്പിലാക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പൂരം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും നിരീക്ഷിച്ചാൽ ചില രസകരമായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. പൂരം പിറന്ന പുരുഷൻ ഇവർ പൊതുവെ ധൈര്യശാലികളും സ്വതന്ത്രമായി ചിന്തിക്കുന്നവരുമായിരിക്കും. സമൂഹത്തിൽ മാന്യമായ സ്ഥാനം നേടിയെടുക്കാൻ ഇവർക്ക് പ്രത്യേകമായ കഴിവുണ്ട്. കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്നവരാണെങ്കിലും അല്പം ആഡംബരപ്രിയരായി ഇവർ കാണപ്പെടാറുണ്ട്. പൂരം പിറന്ന സ്ത്രീകൾ അങ്ങേയറ്റം സ്നേഹവും കരുണയുമുള്ള സ്വഭാവമായിരിക്കും ഇവർക്ക്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിലും അലങ്കരിക്കുന്നതിലും ഇവർ അതീവ ശ്രദ്ധാലുക്കളാണ്. കലകളിലോ പാചകത്തിലോ ഉള്ള ഇവരുടെ കഴിവ് പലപ്പോഴും പ്രശംസിക്കപ്പെടാറുണ്ട്. ഭാവനാലോകത്ത് വിഹരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർക്ക് മറ്റുള്ളവരെ പെട്ടെന്ന് വിശ്വസിക്കുന്ന പ്രവണതയുണ്ടാകാം. സ്ത്രീയായാലും പുരുഷനായാലും തൻ്റെ ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കാനും ഒരു പ്രത്യേക ഊർജം പ്രസരിപ്പിക്കാനും പൂരം നക്ഷത്രക്കാർക്ക് എപ്പോഴും സാധിക്കും. ശുക്രൻ പ്രണയത്തിന്റെയും ദാമ്പത്യത്തിന്റെയും ഗ്രഹമായതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹ ജീവിതം പൊതുവെ സമാധാനപരമായിരിക്കും. പങ്കാളിയോട് അങ്ങേയറ്റം സ്നേഹവും വിശ്വസ്തതയും പുലർത്തുന്നവരാണ് ഇവർ. എങ്കിലും ചിങ്ങക്കൂറിന്റെ സ്വാധീനം മൂലം ചെറിയ തോതിലുള്ള ആധിപത്യ സ്വഭാവം ദാമ്പത്യത്തിൽ പ്രകടമായേക്കാം. ഇത് നിയന്ത്രിച്ചാൽ ഏറ്റവും സന്തോഷകരമായ കുടുംബജീവിതം ഇവർക്ക് നയിക്കാൻ സാധിക്കും. പൂരം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന പങ്കാളി സാധാരണയായി കാണാൻ സുന്ദരനോ സുന്ദരിയോ ആയിരിക്കും. പങ്കാളി അല്പം ഗൗരവപ്രകൃതിയാണെങ്കിലും സ്നേഹമുള്ളവരായിരിക്കും. ഇവർക്ക് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു പങ്കാളിയെ ലഭിക്കാൻ യോഗമുണ്ട്. ഉത്രം, അത്തം, ചോതി നക്ഷത്രക്കാരുമായുള്ള വിവാഹബന്ധം ഇവർക്ക് കൂടുതൽ ഗുണകരമായി കണ്ടുവരുന്നു. പങ്കാളിയുടെ ഭാഗത്തു നിന്നും സാമ്പത്തികമായ സഹായങ്ങളോ ഭാഗ്യമോ ഇവർക്ക് ലഭിക്കാറുണ്ട്. മക്കളുമായി വളരെ അടുത്ത സുഹൃത്ബന്ധം പുലർത്താൻ ഇവർക്ക് സാധിക്കും. മക്കളുടെ വളർച്ചയിൽ ഇവർ വളരെയധികം അഭിമാനിക്കുകയും അവരുടെ വിദ്യാഭ്യാസത്തിനും ഉന്നമനത്തിനുമായി കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജാതകത്തിലെ 7ാം ഭാവവും ശുക്രന്റെ സ്ഥാനവും അനുസരിച്ച് ദാമ്പത്യത്തിൽ ചെറിയ മാറ്റങ്ങൾ വരാം. എങ്കിലും പൊതുവെ പൂരം നക്ഷത്രക്കാർക്ക് സ്നേഹനിധിയായ പങ്കാളിയെയും അനുസരണയുള്ള മക്കളെയും ലഭിക്കാറുണ്ട്. ഇനി നമുക്ക് പൂരം നക്ഷത്രക്കാരുടെ ദശാസന്ധികളിലേക്ക് കടക്കാം. വിംശോത്തരി ദശാപദ്ധതി അനുസരിച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ദശാകാലമാണ് ശുക്രദശ. ഇതിന്റെ ആകെ ദൈർഘ്യം 20 വർഷമാണ്. പൂരം നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനായതിനാൽ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന ഏതൊരാൾക്കും ജനിക്കുമ്പോൾ തന്നെ ഈ സുവർണദശ ആരംഭിക്കുന്നു. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ശുക്രദശ 20 വർഷമാണെങ്കിലും എല്ലാവർക്കും ഈ 20 വർഷം പൂർണ്ണമായി ജനനശേഷം ലഭിക്കണമെന്നില്ല. ഇതിനെയാണ് നമ്മൾ ശിഷ്ടദശ എന്ന് വിളിക്കുന്നത്. ഒരാൾ ജനിക്കുന്ന സമയത്ത് പൂരം നക്ഷത്രം എത്രത്തോളം പിന്നിട്ടു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇത്. ഉദാഹരണത്തിന് നക്ഷത്രത്തിന്റെ തുടക്കത്തിലാണ് ജനനമെങ്കിൽ ഏകദേശം 20 വർഷം ലഭിക്കാം. എന്നാൽ നക്ഷത്രത്തിന്റെ അവസാന പാദത്തിലാണ് ജനനമെങ്കിൽ വെറും 1-2 വർഷം മാത്രമേ ശുക്രദശ അനുഭവിക്കാൻ സാധിക്കൂ. ബാക്കി കാലം അടുത്ത ദശയായ സൂര്യദശയിലേക്ക് കടക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജനനസമയം അനുസരിച്ച് ഈ വർഷങ്ങളിൽ മാറ്റം വരാം.
എന്നിരുന്നാലും നമ്മുടെ ഈ വീഡിയോയുടെ സൗകര്യത്തിനായി ശരാശരി 20 വർഷത്തെ ശുക്രദശയാണ് നമ്മൾ ഇവിടെ കണക്കാക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ വർഷങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് തോന്നും. അത് നിങ്ങളുടെ ജനന സമയത്തെ നക്ഷത്രപാദം അനുസരിച്ചാണെന്ന് ദയവായി മനസ്സിലാക്കുക. പൂരം നക്ഷത്രക്കാർ ജനിക്കുമ്പോൾ തന്നെ ഭാഗ്യത്തിന്റെ അധിപനായ ശുക്രന്റെ മഹാദശയിലാണ്. ശുക്രൻ സുഖഭോഗങ്ങളുടെയും ലാവണ്യത്തിന്റെയും ഗ്രഹമായതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൽ പിറക്കുന്ന കുട്ടികൾക്ക് അങ്ങേയറ്റം സന്തോഷകരമായ ഒരു ബാല്യം ലഭിക്കുന്നു. സാധാരണ കുടുംബങ്ങളിൽ പോലും ഈ കുട്ടിയുടെ ജനനത്തിന് ശേഷം സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുന്നത് കാണാറുണ്ട്. ഭൗതികമായ എല്ലാ സുഖസൗകര്യങ്ങളും, നല്ല വസ്ത്രങ്ങൾ, കളിക്കോപ്പുകൾ, പോഷകസമൃദ്ധമായ ഭക്ഷണം എന്നിവ ഈ കാലയളവിൽ ഇവർക്ക് സുലഭമായിരിക്കും. മുതിർന്നവരുടെ സ്നേഹവാത്സല്യങ്ങൾക്കിടയിൽ ഒരു രാജകുമാരനെയോ രാജകുമാരിയെയോ പോലെയാണ് ഇവർ വളരുന്നത്. ആഡംബരപൂർണമായ ഒരു ബാല്യം ഇവർക്ക് ലഭിക്കാറുണ്ട്. നല്ല വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, വാഹനം തുടങ്ങി എല്ലാ ഭൗതിക സുഖങ്ങളും ഇവരെ തേടിയെത്തുന്നു. ഈ കാലയളവിൽ കുട്ടികളിലെ കലാപരമായ കഴിവുകൾ പുറത്തുവരും. സംഗീതം, നൃത്തം, ചിത്രരചന എന്നിവയിൽ ഇവർ ശോഭിക്കും. മാതാപിതാക്കളുമായി, പ്രത്യേകിച്ച് അമ്മയുമായി അത്യധികം ആഴത്തിലുള്ള ആത്മബന്ധം പൂരം നക്ഷത്രക്കാർക്ക് ഈ ശുക്രദശയിൽ ഉണ്ടാകും. ശുക്രൻ സ്ത്രീത്വത്തിന്റെ പ്രതീകം കൂടിയായതുകൊണ്ട് അമ്മയിൽ നിന്നുള്ള സംരക്ഷണവും കരുതലും ഇവർക്ക് അളവറ്റ രീതിയിൽ ലഭിക്കും. പിതാവിന് തന്റെ കരിയറിലോ ബിസിനസ്സിലോ വലിയ ഉയർച്ചകൾ ഈ കുട്ടി ജനിച്ച ശേഷം ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ എല്ലാ വിശേഷങ്ങളിലും ആഘോഷങ്ങളിലും കേന്ദ്രബിന്ദു ഈ കുട്ടിയായിരിക്കും. ബന്ധുക്കൾക്കിടയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി ഇവർ മാറുന്നത് ഈ ദശയുടെ പ്രത്യേകതയാണ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പൂരം നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടം വളരെ അനുകൂലമാണ്. ശുക്രദശ ഇവർക്ക് നൽകുന്നത് കേവലം പുസ്തക വിജ്ഞാനം മാത്രമല്ല, മറിച്ച് സർഗാത്മകമായ ബുദ്ധിശക്തിയാണ്. നൃത്തം, സംഗീതം, അഭിനയം അല്ലെങ്കിൽ ചിത്രരചന തുടങ്ങിയ കലകളിൽ ഇവർക്ക് ജന്മനാ താല്പര്യമുണ്ടാകും. കഠിനമായി കഷ്ടപ്പെട്ട് പഠിക്കുന്നതിനേക്കാൾ കാര്യങ്ങൾ എളുപ്പത്തിൽ ഗ്രഹിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാകും. അധ്യാപകരുടെ പ്രീതി നേടാൻ ഇവർക്ക് വേഗത്തിൽ സാധിക്കും. വിനോദയാത്രകളിലും സ്കൂളിലെ സാംസ്കാരിക പരിപാടികളിലും ഇവർ സജീവമായി പങ്കെടുക്കും. ചുറ്റുമുള്ള കുട്ടികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക ആകർഷണ ശക്തി ഇവർക്ക് പഠനകാലത്ത് ഉണ്ടാകും. ആരോഗ്യപരമായി നോക്കിയാൽ ശുക്രദശയിൽ ഇവർ പൊതുവെ ഉന്മേഷവാന്മാരായിരിക്കും. എങ്കിലും മധുരപലഹാരങ്ങളോടുള്ള അമിത താല്പര്യം കുട്ടിക്കാലത്ത് ദഹന സംബന്ധമായ ചെറിയ ബുദ്ധിമുട്ടുകൾക്ക് കാരണമായേക്കാം. മറ്റുള്ളവരോട് സ്നേഹത്തോടെയും വിനയത്തോടെയും പെരുമാറുന്ന ഇവരുടെ സ്വഭാവം ഈ ചെറുപ്രായത്തിൽ തന്നെ രൂപപ്പെടുന്നു. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും സൗമ്യമായ പെരുമാറ്റവും ഇവരെ ഒരു ഉത്തമ വ്യക്തിത്വമായി വളർത്താൻ സഹായിക്കുന്നു. ഇത്തരത്തിൽ ഐശ്വര്യപൂർണമായ ഒരു അടിത്തറ ശുക്രദശയിലൂടെ ലഭിക്കുന്നത് കൊണ്ടാണ് പൂരം നക്ഷത്രക്കാർ ജീവിതത്തിൽ പിന്നീട് വരുന്ന പ്രതിസന്ധികളെ ആത്മവിശ്വാസത്തോടെ നേരിടുന്നത്. ഈ 20 വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ ഓർമ്മകളായിരിക്കും സമ്മാനിക്കുന്നത്. ശുക്രദശയുടെ ആസ്വാദനങ്ങളിൽ നിന്നും ആഡംബരങ്ങളിൽ നിന്നും മാറി ജീവിതം കുറച്ചുകൂടി ഗൗരവമേറിയ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ രണ്ടാമത്തെ ദശ സൂര്യദശയാണ്. ഇതിന്റെ ആകെ ദൈർഘ്യം 6 വർഷം മാത്രമാണ്. ശുക്രദശയുടെ ആകെ 20 വർഷം കഴിയുന്നതോടെ, അതായത് നിങ്ങളുടെ ഏകദേശം 20 വയസ്സിന് ശേഷമാണ് ഈ ദശ ആരംഭിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശിഷ്ടദശ അനുസരിച്ച് പ്രായത്തിൽ മാറ്റം വരാം. സൂര്യൻ ആത്മാവിന്റെയും അധികാരത്തിന്റെയും ഗ്രഹമാണ്. പൂരം നക്ഷത്രം ചിങ്ങം രാശിയിൽ വരുന്നതിനാൽ സൂര്യന്റെ സ്വാധീനം ഇവർക്ക് ജന്മനാ തന്നെയുണ്ട്. എന്നാൽ ഈ 6 വർഷത്തെ ദശാകാലത്ത് അത് അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നു. ഒതുങ്ങിക്കൂടി നിന്നിരുന്നവർ പോലും നേതൃസ്ഥാനങ്ങളിലേക്ക് ഉയർത്തപ്പെടും. ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള ഒരു പ്രത്യേക കരുത്ത് മനസ്സിനും ശരീരത്തിനും ലഭിക്കുന്നു. സംസാരത്തിലും പ്രവൃത്തിയിലും ഒരു ഗാംഭീര്യം പ്രകടമാകും. മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനത്തോടെ നോക്കിക്കാണുന്ന സമയമാണിത്. ഈ ദശ സാധാരണയായി നിങ്ങളുടെ പഠനം കഴിഞ്ഞ് കരിയറിലേക്ക് പ്രവേശിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ജോലിയിൽ സ്ഥിരത നേടുന്ന സമയത്തോ ആണ് വരുന്നത്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും ഏറ്റവും അനുകൂലമായ സമയമാണിത്. നിങ്ങളുടെ അധ്വാനത്തിന് അർഹമായ പ്രതിഫലവും സ്ഥാനക്കയറ്റവും ഈ 6 വർഷത്തിനുള്ളിൽ നിങ്ങളെ തേടിയെത്തും. സൂര്യൻ പിതാവിനെ സൂചിപ്പിക്കുന്നു. അതിനാൽ പിതാവിൽ നിന്ന് വലിയ സഹായ സഹകരണങ്ങൾ ലഭിക്കാനോ
പിതാവിന്റെ സ്വത്തുക്കൾ കൈവശം വരാനോ ഈ ദശയിൽ യോഗമുണ്ട്. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ സൂര്യദശ നൽകുമ്പോഴും ചില കാര്യങ്ങളിൽ നിങ്ങൾ ജാഗ്രത പാലിക്കണം. അധികാരവും വിജയവും വരുമ്പോൾ അഹങ്കാരം വരാതെ ശ്രദ്ധിക്കണം. ഇത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഉദരസംബന്ധമായ അസുഖങ്ങളോ നേത്രരോഗങ്ങളോ വരാതെ ശ്രദ്ധിക്കണം. അമിതമായ ചൂടേൽക്കുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സമൂഹത്തിൽ ഉന്നതരായ വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കാനും അവരിൽ നിന്ന് ഗുണഫലങ്ങൾ നേടാനും ഈ ദശ സഹായിക്കും. ദിവസവും രാവിലെ കുളിച്ചതിനു ശേഷം ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നത് മനസ്സിന് കരുത്തും ശരീരത്തിന് ഉന്മേഷവും നൽകാൻ സഹായിക്കും. പുലർച്ചെ സൂര്യോദയ സമയത്ത് സൂര്യനമസ്കാരം ചെയ്യുന്നത് ശാരീരികവും മാനസികവുമായ ഊർജം വർദ്ധിപ്പിക്കും. ദിവസവും 108 തവണ ഗായത്രി മന്ത്രം ജപിക്കുന്നത് സൂര്യന്റെ അശുഭഫലങ്ങളെ നീക്കാൻ ഉത്തമമാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തുകയും ധാര അല്ലെങ്കിൽ അർച്ചന വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് ഗുണകരമാണ്. സൂര്യൻ ഭരണാധികാരി ആയതിനാൽ തൊഴിലിടങ്ങളിൽ സത്യസന്ധത പുലർത്തുന്നതും മേലധികാരികളോട് മര്യാദയോടെ പെരുമാറുന്നതും വിജയസാധ്യത വർദ്ധിപ്പിക്കും. ശുദ്ധമായ കുടിവെള്ളം ധാരാളമായി ഉപയോഗിക്കുക. ശരീരത്തിൽ സൂര്യദശയിൽ ചൂട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ജ്യോതിഷപരമായി സൂര്യൻ പിതാവാണ്. അതിനാൽ പിതാവിന്റെ അനുഗ്രഹം വാങ്ങുന്നതും അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നതും സൂര്യദശയിലെ തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി ഇറങ്ങിത്തിരിക്കുമ്പോൾ ചുവന്ന നിറത്തിലുള്ള വസ്ത്രമോ തൂവാലയോ ഉപയോഗിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. സൂര്യദശയിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ആത്മവിശ്വാസവും സത്യസന്ധതയും പുലർത്തുക. സൂര്യൻ പ്രകാശത്തിന്റെ പ്രതീകമാണ്. അതിനാൽ നിങ്ങളുടെ ഉള്ളിലെ അറിവില്ലായ്മയെ നീക്കി വിജയത്തിലേക്ക് നയിക്കാൻ ഈ പരിഹാരങ്ങൾ സഹായിക്കും. ചുരുക്കത്തിൽ പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിന് ഒരു ദിശാബോധം നൽകുന്ന കാലഘട്ടമാണ് സൂര്യദശ. 6 വർഷം കൊണ്ട് നിങ്ങൾ നേടിയെടുക്കുന്ന അടിത്തറ വരാനിരിക്കുന്ന ചന്ദ്രദശയെ നേരിടാൻ നിങ്ങളെ പ്രാപ്തരാക്കും. സൂര്യന്റെ ഈ ഊർജം ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് തടയാനാവാത്ത വിജയം കൈവരിക്കാൻ സാധിക്കും. സൂര്യദശയുടെ അധികാരവും ഗാംഭീര്യവും നിറഞ്ഞ 6 വർഷങ്ങൾക്ക് ശേഷം പൂരം നക്ഷത്രക്കാർ കടക്കുന്നത് 10 വർഷം നീണ്ടു നിൽക്കുന്ന ചന്ദ്രദശയിലേക്കാണ്. ഏകദേശം 26 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത് ശിഷ്ടദശ അനുസരിച്ച് മാറ്റം വരാം ഈ ദശ വരുന്നത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങളും മാനസികമായ വളർച്ചയും സംഭവിക്കുന്ന സമയമാണിത്. ചന്ദ്രൻ മനസ്സിന്റെ അധിപനാണ്. അതിനാൽ ഈ കാലയളവിൽ കുടുംബത്തോടും സുഹൃത്തുക്കളോടും കൂടുതൽ വൈകാരികമായ അടുപ്പം പുലർത്തും. ശുക്രദശയിൽ തുടങ്ങിയ നിങ്ങളുടെ കലാപരമായ കഴിവുകൾ കൂടുതൽ തെളിയുന്ന സമയമാണിത്. ഭാവനയും ചിന്താശേഷിയും വർദ്ധിക്കും. ചന്ദ്രദശയിൽ ദൂരയാത്രകൾക്കും ജലസാമീപ്യമുള്ള സ്ഥലങ്ങളിലേക്കുമുള്ള സന്ദർശനങ്ങൾക്കും കൂടുതൽ യോഗമുണ്ടാകും. കരിയറിൽ ഒരുതരം അസ്ഥിരത അനുഭവപ്പെട്ടേക്കാമെങ്കിലും കല, മനഃശാസ്ത്രം, ഭക്ഷണപാനീയങ്ങൾ, ജലം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ വിജയം ലഭിക്കും. പണം സമ്പാദിക്കുന്നതിനേക്കാൾ അത് ചെലവാക്കുന്നതിലായിരിക്കും ഈ സമയത്ത് താല്പര്യം കൂടുതൽ. അതിനാൽ കൃത്യമായ സാമ്പത്തികാസൂത്രണം ആവശ്യമാണ്. അമിതമായ ചിന്തകളും ഉത്കണ്ഠയും ഈ സമയത്ത് നിങ്ങളെ അലട്ടിയേക്കാം. മനസ്സിനെ ശാന്തമാക്കാൻ യോഗയോ ധ്യാനമോ ശീലിക്കുന്നത് ഉത്തമമാണ്. ചന്ദ്രൻ മാതാവിനെ സൂചിപ്പിക്കുന്നു. അതിനാൽ അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ഈ 10 വർഷം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും. ചന്ദ്രദശയിലെ തടസ്സങ്ങൾ മാറാനും മനസമാധാനം ലഭിക്കാനും ഈ കാര്യങ്ങൾ ശീലിക്കാവുന്നതാണ്. തിങ്കളാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ്. ശിവന് ക്ഷീരധാര വഴിപാടായി നൽകുന്നത് മനസ്സിന് കുളിർമയും ശാന്തിയും നൽകും. തിങ്കളാഴ്ചകളിൽ വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭകരമാണ്. പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സൂര്യദശ നൽകിയ ആത്മവിശ്വാസത്തെ സ്നേഹവും കരുണയുമായി മാറ്റിമറിക്കുന്ന കാലഘട്ടമാണ് ചന്ദ്രദശ. ഈ ഊർജത്തെ പോസിറ്റീവായി ഉപയോഗിച്ചാൽ സമാധാനപൂർണമായ ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കാം. ചന്ദ്രദശയുടെ സമാധാനപരമായ 10 വർഷങ്ങൾക്ക് ശേഷം പൂരം നക്ഷത്രക്കാർ പ്രവേശിക്കുന്നത് 7 വർഷം നീണ്ടു നിൽക്കുന്ന ചൊവ്വാദശയിലേക്കാണ്. ഏകദേശം 36 വയസ്സ് മുതൽ 43 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടത്തിലാണ് ഇത് ശിഷ്ടദിശ അനുസരിച്ച് മാറ്റം വരാം ഈ ദശ വരുന്നത്. ജീവിതത്തിൽ പ്രായോഗികമായ നേട്ടങ്ങൾ കൊയ്യാനും
പ്രതിസന്ധികളെ നേരിട്ട് മുന്നേറാനും സഹായിക്കുന്ന കാലമാണിത്. ചൊവ്വ ധൈര്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമാണ്. എന്തിനോടും പൊരുതി ജയിക്കാനുള്ള ഒരു മാനസികാവസ്ഥ കൈവരും. മടിയെ പാടി ഉപേക്ഷിച്ച് കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകും. ചിങ്ങക്കൂറിന്റെ സ്വാധീനവും ചൊവ്വയുടെ വീര്യവും ഒന്നിക്കുന്നത് നിങ്ങളെ ഒരു മികച്ച നേതാവാക്കി മാറ്റും. തീരുമാനങ്ങൾ വേഗത്തിലെടുക്കാനുള്ള കഴിവ് വർദ്ധിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ സ്വന്തം നിലപാടുകൾ വ്യക്തമായി അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ചൊവ്വ ഭൂമിയുടെ കാരകനാണ്. അതിനാൽ ഈ 7 വർഷത്തിനുള്ളിൽ സ്വന്തമായി സ്ഥലം വാങ്ങാനോ വീട് നിർമ്മാണം പൂർത്തിയാക്കാനോ ഉള്ള ഭാഗ്യം പൂരം നക്ഷത്രക്കാർക്കുണ്ടാകും. യൂണിഫോം ധരിച്ച ജോലികൾ, അതായത് പോലീസ്, ഡിഫൻസ് തുടങ്ങിയവ, എഞ്ചിനീയറിംഗ്, സർജറി അല്ലെങ്കിൽ സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലയളവ് സുവർണകാലമാണ്. കരിയറിലെ മത്സരങ്ങളിൽ എതിരാളികളെ പരാജയപ്പെടുത്തി മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പ്രമോഷനുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് ദാമ്പത്യത്തിൽ കൂടുതൽ ഊർജ്ജസ്വലത അനുഭവപ്പെടും. എന്നാൽ ചൊവ്വയുടെ ഉഗ്രത നിങ്ങളുടെ സംസാരത്തിൽ പരുഷത വരുത്താൻ സാധ്യതയുണ്ട്. പങ്കാളിയുമായി അനാവശ്യമായ വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതെ ക്ഷമയോടെ മുന്നോട്ട് പോയാൽ ഈ കാലഘട്ടം ദാമ്പത്യത്തിന് വലിയ കരുത്ത് നൽകും. ഈ ദശയിൽ പങ്കാളിയുടെ ആരോഗ്യത്തിലോ തൊഴിലിലോ ചില മാറ്റങ്ങൾ സംഭവിക്കാം. നിങ്ങളുടെ ആധിപത്യ സ്വഭാവം ദാമ്പത്യത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാതെ നോക്കണം. വിട്ടുവീഴ്ച മനോഭാവം വളർത്തിയെടുക്കുന്നത് ബന്ധം കൂടുതൽ ദൃഢമാക്കും. ചൊവ്വ സഹോദരകാരകനും കൂടിയാണ്. അതിനാൽ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ നൽകേണ്ടി വരും. അവരിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കാനോ അല്ലെങ്കിൽ അവർക്കായി സമയം മാറ്റിവെക്കേണ്ടി വരാനോ സാധ്യതയുണ്ട്. കുടുംബ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവ പരിഹരിക്കപ്പെടാനും ഭൂമി ലാഭം ഉണ്ടാകാനും ഈ കാലയളവ് സഹായിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചൊവ്വാദശയിൽ വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. മക്കളുടെ വിദ്യാഭ്യാസത്തിനോ കരിയറിനോ വേണ്ടി ഈ 7 വർഷത്തിനുള്ളിൽ നിങ്ങൾ കൂടുതൽ അധ്വാനിക്കുകയും നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്യും. മക്കളോട് അമിതമായ കർക്കശത കാണിക്കുന്നത് ഒഴിവാക്കണം. അവർക്ക് സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. രക്തസമ്മർദ്ദം, മുറിവുകൾ അല്ലെങ്കിൽ ഉദര സംബന്ധമായ ചൂട് എന്നിവ ശ്രദ്ധിക്കണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കുക. ചൊവ്വയുടെ അശുഭഫലങ്ങൾ നീക്കി ഐശ്വര്യം നേടാൻ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നതും സുബ്രഹ്മണ്യ ഭുജംഗം ജപിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. സാധിക്കുമെങ്കിൽ ചൊവ്വാഴ്ചകളിൽ ഉപ്പില്ലാത്ത ഭക്ഷണം കഴിച്ച് വ്രതമനുഷ്ഠിക്കുന്നത് ചൊവ്വയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കും. നെറ്റിയിൽ രക്തചന്ദനം തൊടുന്നത് മനസ്സിന് ശാന്തിയും ചൊവ്വയുടെ അനുഗ്രഹവും നൽകും. ചുവന്ന പരിപ്പോ അല്ലെങ്കിൽ ചെമ്പ് പാത്രങ്ങളോ അർഹരായവർക്ക് ദാനം ചെയ്യുന്നത് ഗുണകരമാണ്. പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ദശയാണിത്. ഈ 7 വർഷം നിങ്ങളുടെ ഊർജം ക്രിയാത്മകമായി ഉപയോഗിച്ചാൽ വരാനിരിക്കുന്ന രാഹുദശയെ കൂടുതൽ കരുത്തോടെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും ദീർഘമേറിയതും വഴിത്തിരിവുകൾ നിറഞ്ഞതുമായ കാലഘട്ടമാണ് രാഹുദശ. ചൊവ്വാദശയുടെ 7 വർഷങ്ങൾക്ക് ശേഷം ആരംഭിക്കുന്ന ഈ ദശ 18 വർഷം നീണ്ടു നിൽക്കുന്നു. ഏകദേശം 43 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ള മധ്യവയസ്സ് കാലഘട്ടത്തിലാണ് സാധാരണയായി ഈ ദശ വരുന്നത്. ജീവിതത്തിൽ മുൻകൂട്ടി നിശ്ചയിക്കാത്ത വലിയ മാറ്റങ്ങൾക്കും വഴിത്തിരിവുകൾക്കും ഈ 18 വർഷം സാക്ഷ്യം വഹിക്കും. ലൗകിക സുഖങ്ങളിലും ആഡംബരങ്ങളിലും താല്പര്യം വർദ്ധിക്കുന്ന കാലമാണിത്. വ്യത്യസ്തമായ ആശയങ്ങളിലൂടെ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടാനും സ്വാധീനം ചെലുത്താനും പൂരം നക്ഷത്രക്കാർക്ക് സാധിക്കും. സ്വന്തമായി ബിസിനസ് തുടങ്ങാനോ നിലവിലുള്ള തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്താനോ രാഹുദശ പ്രേരിപ്പിക്കും. വിദേശ യാത്രകൾക്കും വിദേശത്തു നിന്നുമുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്കും ഈ കാലയളവിൽ വലിയ സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകാമെങ്കിലും അനാവശ്യമായ ധനനഷ്ടം വരാതിരിക്കാൻ കൃത്യമായ ആസൂത്രണം ആവശ്യമാണ്. കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്ന സമയമാണിത്. മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനുമായി വലിയ രീതിയിൽ പണം ചെലവാക്കേണ്ടി വരും. പങ്കാളിയുമായി ആശയപരമായ ഭിന്നതകൾ വരാതെ ശ്രദ്ധിക്കണം. പരസ്പര വിശ്വാസത്തിലൂടെ മാത്രമേ ഈ 18 വർഷം സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. മക്കളുടെ വിജയങ്ങളിൽ അഭിമാനിക്കാൻ സാധിക്കുന്ന പല അവസരങ്ങളും രാഹുദശ നൽകും. അമിതമായ ചിന്തകളും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയും മാനസികാരോഗ്യത്തെ ബാധിക്കാതെ ശ്രദ്ധിക്കണം.
ഉദര സംബന്ധമായ അസ്വസ്ഥതകളോ അലർജികളോ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യത്തിൽ നിയന്ത്രണം വേണം. വാക്കുകളിൽ മിതത്വം പാലിക്കുന്നത് അനാവശ്യ ശത്രുക്കളെ ഒഴിവാക്കാൻ സഹായിക്കും. സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും നൂറും പാലും സമർപ്പിക്കുന്നതും രാഹുദോഷം കുറയ്ക്കാൻ സഹായിക്കും. ദിവസവും വൈകുന്നേരങ്ങളിൽ സർപ്പസൂക്തം ജപിക്കുന്നത് രാഹുപ്രീതിക്ക് ഉത്തമമാണ്. ദുർഗാക്ഷേത്ര ദർശനം നടത്തുകയും നെയ്വിളക്ക് കത്തിക്കുകയും ചെയ്യുന്നത് ഗുണകരമാണ്. ശനിയാഴ്ചകളിൽ കറുത്ത എള്ള് ദാനം ചെയ്യുന്നതും ഉത്തമമാണ്. രാഹുദശ എന്നത് ഭയപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് അവസരങ്ങളുടെ കാലമാണ്. പക്വതയോടെയുള്ള തീരുമാനങ്ങളും ആത്മീയമായ ചിട്ടകളും വഴി ഈ 18 വർഷം നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും വലിയ നേട്ടങ്ങളുടെ കാലമാക്കി മാറ്റാൻ സാധിക്കും. രാഹുദശയുടെ 18 വർഷത്തെ അനിശ്ചിതത്വങ്ങൾക്കും മാറ്റങ്ങൾക്കും ശേഷം പൂരം നക്ഷത്രക്കാർ കടക്കുന്നത് 16 വർഷം നീണ്ടു നിൽക്കുന്ന വ്യാഴദശയിലേക്കാണ്. ഏകദേശം 61 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടത്തിലാണ് ഈ ദശ വരുന്നത്. ജീവിതത്തിൽ ആത്മീയമായ ഉണർവും മാനസികമായ സമാധാനവും ലഭിക്കുന്ന സുവർണകാലമാണിത്. വ്യാഴം, അതായത് ഗുരു, ജ്ഞാനത്തിന്റെയും ഭാഗ്യത്തിന്റെയും ഗ്രഹമാണ്. ഈ സമയത്ത് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ദാനധർമ്മങ്ങൾ ചെയ്യാനും മറ്റുള്ളവരെ ഉപദേശിക്കാനും നിങ്ങൾ മുൻകൈയെടുക്കും. സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും വലിയ രീതിയിലുള്ള ആദരവും ബഹുമാനവും നിങ്ങളെ തേടിയെത്തും. ഒരു ഗുരു എന്ന നിലയിൽ മറ്റുള്ളവർ നിങ്ങളെ നോക്കിക്കാണും. രാഹുദശയിലെ അസ്വസ്ഥതകൾ മാറി മനസ്സിന് പൂർണ്ണമായി ശാന്തി ലഭിക്കുന്ന സമയമാണിത്. പേരമക്കളോടൊപ്പം സമയം ചെലവഴിക്കാനും അവരുടെ വളർച്ചയിൽ സന്തോഷിക്കാനും ഈ 16 വർഷം നിങ്ങൾക്ക് അവസരം നൽകും. മക്കൾ ജീവിതത്തിൽ ഉന്നത നിലകളിൽ എത്തുന്നതും അവരുടെ ഭാഗ്യാനുഭവങ്ങളും നിങ്ങൾക്ക് വലിയ സംതൃപ്തി നൽകും. കുടുംബത്തിൽ വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങിയ മംഗളകർമ്മങ്ങൾ നടത്താൻ ഈ ദശയിൽ വലിയ യോഗമുണ്ട്. പൊതുവെ ശുഭകരമായ ദശയാണെങ്കിലും പ്രായത്തിൻ്റെതായ അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രമേഹം തുടങ്ങിയവ ശ്രദ്ധിക്കണം. മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനവും പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങളും വഴി സാമ്പത്തികമായ സുരക്ഷിതത്വം അനുഭവപ്പെടും. വ്യാഴാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ്. വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുകയോ മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ ദാനം ചെയ്യുകയോ ചെയ്യുന്നത് ശുഭകരമാണ്. സാധിക്കുമെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രദർശനം നടത്തുന്നതും പ്രസാദകൂട്ടിൽ പങ്കുചേരുന്നതും വ്യാഴദശയിലെ ദോഷങ്ങൾ നീക്കാൻ സഹായിക്കും. ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ആത്മീയമായ കരുത്ത് നൽകും. പൂര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്ന ദശയാണിത്. ഭൗതികമായ നേട്ടങ്ങളെക്കാൾ മാനസികമായ ഉയർച്ചയാണ് വ്യാഴം നിങ്ങൾക്ക് നൽകുന്നത്. വ്യാഴദശയുടെ 16 വർഷത്തെ ഐശ്വര്യപൂർണമായ കാലഘട്ടത്തിനു ശേഷം വരുന്നത് 19 വർഷം നീണ്ടു നിൽക്കുന്ന ശനിദശയാണ്. ഏകദേശം 77 വയസ്സ് മുതൽ 96 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ദശ വരുന്നത്. കർമ്മഫലദാതാവായ ശനി ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കാനും ആത്മീയമായി കൂടുതൽ പക്വത പ്രാപിക്കാനും നിങ്ങളെ സഹായിക്കുന്നു. ഭൗതികമായ കാര്യങ്ങളോടുള്ള അമിതമായ താല്പര്യം കുറയുകയും ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും ചെയ്യുന്ന സമയമാണിത്. സജീവമായ കർമ്മമണ്ഡലത്തിൽ നിന്ന് മാറി പൂർണ്ണമായ വിശ്രമത്തിലേക്ക് മനസ്സ് തിരിയുന്ന കാലമാണിത്. ജീവിതാനുഭവങ്ങളിലൂടെ നേടിയെടുത്ത വിവേകം അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകാൻ പൂരം നക്ഷത്രക്കാർ ഈ സമയത്ത് ശ്രദ്ധിക്കാറുണ്ട്. കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗം എന്ന നിലയിൽ വലിയ ആദരവും അംഗീകാരവും നിങ്ങൾക്ക് ലഭിക്കും. മക്കളും പേരമക്കളും നിങ്ങളുടെ തണലിൽ കഴിയാൻ ആഗ്രഹിക്കുന്ന സമയമാണിത്. പ്രാർത്ഥനകൾക്കും വായനയ്ക്കും ദാനധർമ്മങ്ങൾക്കുമായി നിങ്ങൾ കൂടുതൽ സമയം മാറ്റിവെക്കും. ശനി വാതകാരകനായതിനാൽ സന്ധിവേദന, എല്ലുകൾക്ക് ബലക്ഷയം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ പ്രായത്തിൽ ശ്രദ്ധിക്കണം. ഏകാന്തത അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കുടുംബാംഗങ്ങളുമായി എപ്പോഴും ആശയവിനിമയം നടത്തുന്നത് നന്നായിരിക്കും. ശനിദശയിലെ ദോഷങ്ങൾ കുറയ്ക്കാനും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കാനും ഇനി പറയുന്നവ ശീലിക്കാവുന്നതാണ്. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നീരാഞ്ജനം, അതായത് എള്ളുവിളക്ക് വഴിപാടായി കഴിക്കുകയും ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. ദിവസവും ഹനുമാൻ ചാലീസ ജപിക്കുന്നത് മനസ്സിന് ധൈര്യവും ശനി ദോഷങ്ങളിൽ നിന്ന് മോചനവും നൽകും. ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കി
ഈശ്വര ചിന്തയോടെ മുന്നോട്ട് പോകാൻ ശനിദശ നിങ്ങളെ പ്രാപ്തരാക്കും. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന മഹാപൂരത്തിന്റെ സമാപ്തി കുറിക്കുന്ന ശാന്തമായ ഒരു കാലഘട്ടമാണിത്. ചിങ്ങക്കൂറിന്റെ ഗാംഭീര്യവും ശുക്രന്റെ സൗഭാഗ്യവും ഒത്തുചേരുന്ന പൂരം നക്ഷത്രക്കാരുടെ ജീവിതം ഒരു പൂരം പോലെ തന്നെ വർണ്ണാഭമാണ്. ബാല്യത്തിലെ ആഡംബരങ്ങളിൽ തുടങ്ങി യൗവനത്തിലെ കഠിനാധ്വാനത്തിലൂടെയും വാർദ്ധക്യത്തിലെ ആത്മീയതയിലൂടെയും കടന്നു പോകുന്ന നിങ്ങളുടെ ഈ യാത്ര അത്യന്തം സവിശേഷമാണ്. ഭാഗ്യദോഷങ്ങളെ പരിഹാരങ്ങളോടെ മറികടന്ന് സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ വിജയം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പൊതുവായ ജ്യോതിഷ തത്വങ്ങളെയും നക്ഷത്രഫലങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഓരോ വ്യക്തിയുടെയും ജനന സമയത്തെ ഗ്രഹനിലയും ജാതകത്തിലെ മറ്റു പ്രത്യേകതകളും അനുസരിച്ച് ഈ ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം. അതിനാൽ ജീവിതത്തിലെ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഒരു വിദഗ്ധ ജ്യോത്സ്യനെ കണ്ട് വ്യക്തിഗതമായ ജാതകം പരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട പൂരം നക്ഷത്രക്കാരായ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള നക്ഷത്രഫലങ്ങളും ആധികാരികമായ ജ്യോതിഷ അറിവുകളും തുടർന്നറിയാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നക്ഷത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.